ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകും കൂടി കൂടെ കൂട്ടി കഴിച്ചാൽ മതി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മുരിയിപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പക്കവടയാണ് കേട്ടോ ക്യാബേജ് പക്കവട. അപ്പോൾ ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടും. കാരണം ക്യാബേജിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടില്ല. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവടയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കവട എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവടയാണ് കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ക്യാബേജ് ഉപ്പേരിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ക്യാബേജ് പക്കവട ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കാനും പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്